എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ ചില സെപ്പറേഷൻസുകൾ സംഭവിക്കും, ചില വേർപാടുകൾ സംഭവിക്കും. ഒരു മനുഷ്യൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രോസസ് ആരംഭിക്കുന്നത് അവന്റെ സെപ്പറേഷനിലാണ്. ഗോതമ്പ് മണിയെ കുറിച്ച് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകും. അതിനാരംഭത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? 100-200 മണികൾ നിറഞ്ഞു നിൽക്കുന്നതായ ആ കതിരിൽ നിന്ന് ഈ ഗോതമ്പ് മണി ആദ്യം സെപ്പറേറ്റ് ചെയ്യപ്പെടും. അത് സെപ്പറേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് നിലത്ത് വീഴും. ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ ചർച്ച് സിസ്റ്റത്തിൽ നിന്നായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ കംഫർട്ട് അനുഭവിക്കുന്ന ഏതോ 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 ഒന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതാണ് ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ഒന്നാമത്തെ പദ്ധതി. ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ഒന്നാമത്തെ പദ്ധതി, അവൻ അവിടെ നിന്ന് പറിച്ചു മാറ്റപ്പെടുകയാണ്, അവൻ അവിടെ നിന്ന് വേർതിരിക്കപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അത് വേദനാജനകമായിരിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന്, നമ്മൾ വളർന്നു വന്ന സമുദായത്തിൽ നിന്ന്, നമ്മൾ വളർന്നു വന്ന ചർച്ച് സിസ്റ്റത്തിൽ നിന്ന്, നമ്മൾ ഇടപഴകി വന്ന കൂട്ടുകാരിൽ നിന്ന്, നമ്മൾ സഞ്ചരിച്ചു പോരുന്ന നമ്മുടെ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് നമ്മളെ അപരിചിതമായ ഒരു വിഭാഗത്തിലേക്ക്, അപരിചിതമായ ഒരു സ്ഥലത്തേക്ക്, അപരിചിതമായിരിക്കുന്ന ഒരു ജീവിതാന്തരീക്ഷത്തിലേക്ക് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, ദൈവം വേർപെടുത്തുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇതൊക്കെ പൗലോസ് ഭയങ്കര കംഫർട്ട് സോണായിട്ട് വെച്ചോണ്ടിരുന്നതാണ്. ഗമാലിയേലിന്റെ വാദപീഠം, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം, കൂടെ വരാൻ അകമ്പടിക്കാര്, എന്ന പവറായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴാണ് തനിക്കൊരു കാര്യം അറിഞ്ഞത്, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഒരു സീസണിൽ ഞാൻ ഇതൊക്കെ വെച്ച് അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് ദൈവം പൗലോസിനെ കുറിച്ച് ദമസ്കോസിലെ പടിവാതിലിന് ശേഷമാണ് അനന്യാസിന്റെ അടുക്കൽ പറയുന്നത്, എൻ്റെ നാമം വഹിപ്പാൻ തക്കവണ്ണം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. പൗലോസ് തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് അറിഞ്ഞത് പൗലോസിന്റെ നല്ല പ്രായം എത്തിയിട്ടാണ്. പക്ഷേ പൗലോസ് തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് നാട്ടുകാർ അറിയുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്തു? സെപ്പറേറ്റഡ്. ഇന്ന് രാത്രി ഞാൻ ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യൻ ഒന്നാമത് അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രോസസ് ഒരു വേർപാടാണ്. നിങ്ങളൊരു വേർപാടിൻ്റെ വേദന അറിഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വെളിപ്പെട്ടു വന്നിട്ടില്ല. നിങ്ങൾ ഒരു സെപ്പറേഷൻ്റെ പെയിൻ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരുപക്ഷെ അതൊരു തിരസ്കരണമായിരിക്കാം, ഒരു മാറ്റി നിർത്തൽപ്പെടലായിരിക്കാം, ഒരോടിപ്പോക്കായിരിക്കാം. നിങ്ങളുടെ മേൽ തെരഞ്ഞെടുപ്പ് വെളിപ്പെട്ടു തുടങ്ങി. കാന്തയുടെ അടുക്കൽ കാന്തൻ പറയുകയാണ്, കാന്തേ, ലെബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക. അമാന മുകളും ശനീർ ഹെർമോൻ കൊടിമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരുക. ഇതിന് 2 കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് പ്രകൃതിയുടെ പശ്ചാത്തലം. എന്നാൽ അടുത്തതായി പറയുകയാണ്, നീ ലെബാനോനെ വിട്ട് എൻ്റെ കൂടെ പോരുക. യെരൂശലേമിന്റെ ദൈവാലയം മുഴുവൻ പണിതത് ലെബാനോനിലെ തടി കൊണ്ടാണ്. അപ്പൊ പറയുകയാണ്, ലെബാനോനിന്റെ പലക കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു പള്ളിയുണ്ടല്ലോ, നീ അതിനെ വിട്. എന്നിട്ട് പറയാ, അതിപ്പോ എന്താണെന്നറിയാമോ? സിംഹങ്ങളുടെ ഗുഹയും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളുമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടു, നീ അത് വിട്. ലെബാനോന്റെ ആ തടിക്കെട്ടും ആ പടിക്കെട്ടും, ആ സിംഹം ഏറ്റവും ശക്തമാണ്, പുള്ളിപ്പുലി ഏറ്റവും വേഗതയാണ്. സ്വിഫ്റ്റ് മൂവ്മെന്റ്, പവർ. ഇന്ന് മനുഷ്യൻ ആഗ്രഹമുള്ള 2 കാര്യങ്ങളാണ്, പവറും വേഗതയും. ഒരു വണ്ടി മേടിക്കാൻ പോയാൽ ആദ്യം ചോദിക്കും പവറും വേഗതയും. ഒരു മൊബൈൽ മേടിക്കാൻ പോയാൽ ആദ്യം ചോദിക്കും പവറും വേഗതയും. ഏതൊരു സാധനത്തിനും ഏതൊരു വ്യക്തിക്കും ആദ്യം അറിയേണ്ടത് പവറും വേഗതയുമാണ്. ഇവിടെ പറയണം, സിംഹം പവറാണ്, പുള്ളിപ്പുലി വേഗത, സിഫ്റ്റ്നെസ് ആണ്. കർത്താവ് പറയുക, നീ ആ പവർ വിട്, നീ ആ സിഫ്റ്റ്നെസ് വിട്, നീ ആ ലെബാനോന്റെ കംഫർട്ട് സോൺ, സേഫ് സോൺ വിട്. ബി സെപ്പറേറ്റഡ്. നീ വേർതിരിക്കപ്പെടും, തെരഞ്ഞെടുപ്പ് വെളിപ്പെടും.
ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ് സെപ്പറേഷനാണ്. ദൈവം നമ്മളെ പറിച്ചു മാറ്റും, പിരിച്ചു മാറ്റും. അത് ദൈവിക പദ്ധതിയാണ്. ഇന്ന് പിരിച്ചിലിൻ്റെ പറിച്ചെടുക്കലിൻ്റെ വേദന അനുഭവിക്കുന്നെങ്കിൽ കരമുയർത്തി ദൈവത്തിന് നന്ദി പറ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു.